വെൽക്കം ബാക്ക് ടു ചാനൽ സി ടെക്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ പാരിറ്റി ചെക്ക് വരെ പഠിച്ചു. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ഹാമിംഗ് കോഡാണ്. സോ ഹാമിംഗ് കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ഒരു ഇറർ ഡിറ്റക്റ്റിംഗ് മെത്തേഡാണ്. ഹാമിംഗ് കോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ഡിറ്റക്ട് അപ് ടു 2 ബിറ്റ്സ്. അപ് ടു 2 ബിറ്റ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എന്ത് ചെയ്യാം? വൺ സിംഗിൾ ബിറ്റ് ഇറേഴ്സിനെ കറക്റ്റ് ചെയ്യാൻ ഹാമിംഗ് കോഡ് വെച്ച് പറ്റും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഹാമിംഗ് കോഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൻറ്ററിന് നമ്മളൊരു ഡേറ്റ അയക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു റിഡൻഡൻറ്റ് ബിറ്റും കൂടി ആഡ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അയക്കുന്നത് അല്ലേ? ആ ഒരു റിഡൻഡൻറ്റ് ബിറ്റ് ആ ബിറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സോ ഒരു ഹാമിംഗ് കോഡിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഗിവൻ ബിറ്റ് സ്ട്രീം എന്ന് പറഞ്ഞാൽ 1010 ആണ്. ആൻഡ് ടു പെർഫോം ഹാമിംഗ് കോഡ് ആൻഡ് ഫോളോ ഈവൻ പാരിറ്റി. നമുക്കിവിടെ പാരിറ്റി തന്നിട്ടുണ്ട്, ഈവൻ പാരിറ്റി ആണെന്ന് തന്നിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അപ്പം നമ്മൾ സെൻറ്ററിന് അയക്കുമ്പോൾ അത് റിസീവറിനും അറിയായിരിക്കും എന്താണ് ഇത് ഈവൻ പാരിറ്റി ആണ്. നോക്കിക്കോ, നമുക്ക് ഈ ഒരു റിഡൻഡൻസി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആ റിഡൻഡൻസിയുടെ ഒരു ലെങ്ത്, എത്ര റിഡൻഡൻസി ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ ഒരു ഫോമുല ഉണ്ട്. അതായത് 2r ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m പ്ലസ് r പ്ലസ് 1. ഓക്കെ, ഇതാണ് ആ ഫോമുല. ഈ ഫോമില് r എന്ന് പറഞ്ഞാൽ പാരിറ്റി ബിറ്റാണ്. എന്താണ്? പാരിറ്റി ബിറ്റാണ്. അത് നമുക്കറിയത്തില്ല എത്ര പാരിറ്റി ബിറ്റ് ഉണ്ടെന്ന്. അതേപോലെ m എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ മെസ്സേജാണ്. ഓക്കെ, സോ നമുക്കിവിടെ തന്നിരിക്കുന്ന മെസ്സേജ് എന്താണ്? 1010. അപ്പോൾ ഇവിടുത്തെ എം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4. നമ്പർ എത്ര? ലെങ്ത് എത്രയാണ്? 4 ആണ്. നമുക്ക് 6 ഇല്ല. 6 കണ്ടുപിടിച്ചാൽ ഈ ഫോമുലയിലിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ആ ഒരു എത്ര റിഡൻഡൻസി ബിറ്റ് വേണം എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. സോ നമ്മൾ ആണ് ലെറ്റ് us assume that r is equal to 1 എന്ന് അസ്യൂം ചെയ്ത് ഈ ഫോമുലയിൽ നമ്മൾ r വാല്യൂ ഇട്ട് കൊടുത്ത് ചെയ്യാൻ പോകണം. അതായത് 2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? 4 പ്ലസ് 1 പ്ലസ് 1. അപ്പോൾ എത്ര കിട്ടും? 2 ഗ്രേറ്റർ ദാൻ ഓർ 4 പ്ലസ് 1 പ്ലസ് 1 6. 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആണോ? അല്ല, ഫോൾസ് ആണല്ലേ? ഫോൾസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ r ഈക്വൽ ടു 2 കൊടുക്കുകയാണ്. r ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 പ്ലസ് 2 പ്ലസ് 1. അപ്പോൾ എങ്ങനെ കിട്ടും? 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 പ്ലസ് 1 7. 6 പ്ലസ് 1 7. അത് എന്താണ്? ഫോൾസ് ആണ് അല്ലേ? ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ട. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് r ഈക്വൽ ടു 3 കൊടുക്കുകയാണ്. അപ്പോൾ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 പ്ലസ് 3 പ്ലസ് 1. അപ്പോൾ എങ്ങനെ 2 എന്ന് പറഞ്ഞാൽ 8 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 പ്ലസ് 3 7 പ്ലസ് 1 8. 8 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8. അതെന്താണ്? ട്രൂ ആണല്ലേ? സോ ട്രൂ ആയിട്ട് കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്കിവിടെ വരുന്ന റിഡൻഡൻറ്റ് ബിറ്റ് എന്ന് പറഞ്ഞാൽ 8 ആയിരിക്കും അതിൻ്റെ ടോട്ടൽ ലെങ്ത് വരിക. ഓക്കെ, സോ നമ്മൾ ഈ 8 നമുക്കിവിടെ r ഈക്വൽ ടു 3 പാരിറ്റി ബിറ്റ് എത്രയാണ് നമുക്ക് കണ്ടെത്താനും പറ്റി. r എത്രയാണ്? 3 ആണ്. സോ ഈ r ഈക്വൽ ടു 3 വെച്ച് നമുക്ക് പൊസിഷൻ ഓഫ് പാരിറ്റിയും കൂടി കണ്ടുപിടിക്കാം. പൊസിഷൻ ഓഫ് പാരിറ്റി എങ്ങനെ കണ്ടുപിടിക്കുന്നു നോക്കാം. നമുക്കറിയാം r ഈക്വൽ ടു 3 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. പാരിറ്റി ബിറ്റ് എത്രയാണ്? r ഈക്വൽ ടു 3 ആണ് കണ്ടു. അപ്പോൾ നമ്മൾ ആ 2r എന്നല്ല നമ്മൾ നേരത്തെ ആ ഫോമിലില്ല. അതിൽ നമ്മൾ 2 2 1 2 3 അങ്ങനെ 3 ആയിട്ട് കൊടുക്കും. 3 അല്ല, 2 3 ലെങ്ത് ആയിട്ട് 2 0 2 1 2 2. ഇതിന് 2 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. 2 1 എന്ന് പറഞ്ഞാൽ 2. 2 2 എന്ന് പറഞ്ഞാൽ 4. സോ 1 2 4 ഇതാണ് ആ പാരിറ്റി പൊസിഷൻ എന്ന് പറയുന്നത്. പൊസിഷൻ ഒന്നും കൂടി കാണിച്ചത് നമുക്ക് മൊത്തം അറിയാം. നമ്മൾ പറഞ്ഞു ടോട്ടൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1010. നമ്മുടെ മെസ്സേജ് എം എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ നമുക്ക് ടോട്ടൽ വരുന്നത് 4 പ്ലസ് ഈ 3 മൊത്തം ഒരു 7 ആണ് വരുന്നത് ടോട്ടൽ. അപ്പോൾ ആ 7 പൊസിഷൻസ് കാണും. അതിൽ 1ഉം 2ഉം 4, ഈ 1 2 4 എന്ന് പറഞ്ഞ പൊസിഷൻസിലാണ് നമ്മുടെ എന്ത് വരുന്നത്? പാരിറ്റി വരുന്നത്. ഓക്കെ അല്ലേ? സോ അപ്പോൾ നോക്കാം. ഫസ്റ്റ് ഓരോ പൊസിഷൻസ് വരും. 7 6 5 4 3 2 1 മൊത്തം 7 പൊസിഷൻസ് ഉണ്ട്. ഓക്കെ, ഈ 7 ബിറ്റാണെന്നല്ലേ വേണം. അപ്പോൾ 7 ബിറ്റിൽ ഇടയ്ക്കാണ് നമ്മുടെ റിഡൻഡൻ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നമ്മൾ അതിൽ 7 ബിറ്റിൽ 1 2 4 എന്ത് കൊടുക്കുക? നമ്മൾ കണ്ടുപിടിക്കാനുള്ള പാരിറ്റിയെ നമ്മൾ P1 P2 P3 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. P1 P2 P4 അല്ല P3 എന്ന് പറഞ്ഞാൽ P1 P2 P3 എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പം ഇവിടെ P1 P2 4 എന്ത് ചെയ്യും? P3. ബാക്കി എല്ലാത്തിലും നമ്മൾ നേരത്തുള്ള മെസ്സേജ് കൊടുക്കുക. എങ്ങനെ കൊടുക്കും? 1010. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. മനസ്സിലായോ എങ്ങനെയാണിത് എഴുതിയെന്ന്? മനസ്സിലായല്ലോ?
നെക്സ്റ്റ് നമുക്കിനി കണ്ടുപിടിക്കാനുള്ള ഈ P3 P2 ആണ്. അതായത് ഈ ഒരു ആക്ച്വൽ മെസ്സേജിൻ്റെ ഇടയ്ക്കുള്ള ആ റിഡൻഡൻറ്റ് ബിറ്റ്സ്, നമുക്ക് പാരിറ്റി ബിറ്റ്സ് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ആ ബിറ്റ്സ് നമ്മളിനി കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, സോ ആ പാരിറ്റി ബിറ്റ്സ് കണ്ടുപിടിക്കണം എങ്ങനെയെന്ന് കാണിച്ചു. സോ നമ്മൾ ഇങ്ങനെ P3 P2 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള പാരിറ്റി ബിറ്റ്സ് കൊടുത്തത്. നമ്മൾ 0 തൊട്ട് 7 വരെ നമ്പർ എഴുതിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ എഴുതേണ്ടത് നമ്മൾ നമ്മൾ ബൈനറി ഇതിലൊക്കെ ചെയ്യുമ്പോൾ, നമ്മൾ ലോജിക്കൽ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പോലെ നമ്മൾ വാല്യൂസ് കൊടുക്കുകയാണ്. അതായത് P3യിൽ 4 0, അതേപോലെ 4 1 താഴോട്ട് കൊടുക്കണം. P2ലാണെങ്കിൽ 2 0 2 1 രീതിയിൽ ഓൾട്ടർനേറ്റീവായിട്ട് കൊടുക്കുക. ഇങ്ങനെ നമുക്കറിയാലോ 0 1 0 0 0 1 1 0 അതാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അത് എളുപ്പത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണ് നമ്മളിവിടെ വാല്യൂസ് കൊടുത്തത്. അതല്ല 0 1 1 0 1 1 1 0 0 നമ്മൾ 1 തൊട്ട് 7 വരെ വാല്യൂസ് കൊടുത്തെന്നാൽ മതി. 1 എന്ന് പറഞ്ഞാൽ 0 0 1 2 0 1 2 3 0 1 1 4 1 0 0 5 1 0 1 6 എന്ന് പറഞ്ഞാൽ 1 1 0 7 എന്ന് പറഞ്ഞാൽ 1 1 1. ആ വാല്യൂസ് കറക്റ്റായിട്ട് കൊടുത്തു. ഇനി ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ P1ൻ്റെ കേസ് എടുക്കാൻ പോവുകയാണ്. സോ P1ൻ്റെ കേസിൽ എവിടേക്കാണ് നമുക്ക് 1 വന്നത്? 1ൽ വന്നല്ലേ, ആ 1ൽ വന്നു. പിന്നെ എവിടെയൊക്കെയാണ് P1ൽ 1 വന്നത്? 3ൽ വന്നു. P1ൽ പിന്നെ 6ൽ വന്നു. പിന്നെ 6ലല്ല 5ലാണ്. ഓക്കെ, 5ൽ വന്നു. പിന്നെ ഇവിടെ വന്നു 7ൽ വന്നു. സോ ഇതെല്ലാം ഈ ഒരു ഏരിയയിലാണ് കിട്ടിയത് അല്ലേ. ഈ ഒരു ഏരിയയിൽ 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ 1 എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ P1 ആണ്. 3 എന്ന് പറഞ്ഞാൽ 0, 5 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഇവിടെ പൊസിഷൻ നോക്കുമ്പോൾ 1 ആണ്. 7 എന്ന് പറഞ്ഞാൽ 1. സോ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ഈ P1 നമുക്ക് കണ്ടുപിടിക്കണം അറ്റ് ലാസ്റ്റ്. ഇനി P2 എന്ന് പറഞ്ഞാൽ P2ന് 1 എവിടേക്കാണ്? 2ൽ, 3ലുണ്ട്, അതേപോലെ എവിടെയുണ്ട്? 6ലും 7ലും ഉണ്ട്. ഇതിൽ 2 എന്താണ്? 2 എന്ന് പറഞ്ഞാൽ P2 ആണ്. 2 കണ്ടുപിടിച്ചിട്ടില്ല. 3യുടെ പൊസിഷനിൽ 0 ആണ്. 6ൻ്റെ പൊസിഷനിൽ 0. 1 ആണോ? 7ൻ്റെ പൊസിഷനിൽ 1 ആണ്. സോ P2 0 0 1. ഓക്കെ, ഇനി P3 ആണെങ്കിലോ? P3 എന്ന് പറഞ്ഞാൽ P3 ഇവിടെ എഴുതാം. P3 നോക്കിക്കോ. P3 എവിടേക്കാണ് 1 വരുന്നത്? 4 5 6 7. ഓക്കെ, ലാസ്റ്റ് 4 എവിടെയാണ്? 4 എന്ന് പറഞ്ഞാൽ P3 ആണ്. 5 1 ആണ്. 6 0 ആണ്. P3 1 0 0 1 1 0 1 ആണ് P3യുടെ കേസിൽ കിട്ടിയത്. ഇനി ഇതിൽ നമ്മൾ നോക്കേണ്ടതെന്നാ P1 0 1 1. ഇതിൽ എത്ര നമ്പർ ഓഫ് വൺസ് ഉണ്ട്? 2 നമ്പർ ഓഫ് വൺസ്. അത് മീൻസ് എന്താണ്? അത് ഈവൻ പാരിറ്റി ആണോ ഓഡ് പാരിറ്റി ആണോ? ഈവൻ പാരിറ്റി. ഈവൻ പാരിറ്റിയെ ഈവൻ 0 വെച്ചും ഓഡ് നമ്മൾ 1 വെച്ചുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യണം. സോ ഈവൻ പാരിറ്റിയാണ്. സോ 0. ഇവിടെ എത്ര നമ്പർ ഓഫ് 1 ഉണ്ട്? 1 ആണ്. സോ ഇറ്റ് ഈസ് ഓഡ് പാരിറ്റി 1. ഇവിടെയോ 2 നമ്പർ. അപ്പോൾ ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് ഈവൻ പാരിറ്റി 0. ഓക്കെ, നമ്മൾ എന്താ ചെയ്യാൻ പോകണം? നമ്മൾ നേരത്തെ എഴുതിയ ആ പൊസിഷനില്ലേ, ആ പൊസിഷനിൽ P1 P2 ഒന്നും എഴുതാതെ നമ്മൾ ഇങ്ങനെ എഴുതാം. ഗ്യാപ്പ് ഇട്ട് എഴുതുക. നമ്മുടെ ആക്ച്വൽ മെസ്സേജ് ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. ഓക്കെ, ഇവിടെയും ഗ്യാപ്പ് ഉണ്ടല്ലേ. 1 0 1 ഗ്യാപ്പ് 0. ഓക്കെ, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ എഴുതുക. ഇതാണ് നമ്മൾ റിസീവറിന് സെൻഡ് ചെയ്യാൻ പോകുന്ന മെസ്സേജാണിത്. ഓക്കെ, ഇത്ര ഓക്കെ അല്ലേ. നെക്സ്റ്റ് നോക്കിക്കോ. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമ്പറിങ് കൂടി ഇട്ടോ. 7 6 5 4 3 2 1. ഓക്കെ, നമ്മൾ ആദ്യം P1ൻ്റെ കേസിൽ നമ്മൾ നമ്പർ പൊസിഷൻ കണ്ടെത്തില്ലേ? 1 3 5 7. അതിൽ നമ്മൾ എന്താ ആദ്യം പറഞ്ഞത്? അതെന്ത് ഓടാണെന്നല്ലോ അല്ലേ. അതെന്ത് ഓടാണ് കിട്ടിയത്. അതായത് P1 എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് നമുക്ക് ആ P1ൻ്റെ സ്ഥാനത്ത് എന്തെഴുതാം? 0 0 1 1 എന്നാണ് അവിടെ കിട്ടുന്നത്. അടുത്ത് P2 നോക്കിയേ. P2 എത്രയാണ് പറഞ്ഞാൽ? 2 3 6 7 അല്ലേ. 2 3 6 1 നമുക്ക് എന്താ പറഞ്ഞാൽ? 1 ആണ്. അപ്പോൾ അവിടെ P2ൻ്റെ അവിടെ എന്താ? 1 0 0 1. മനസ്സിലായോ? അതെന്താണ്? അപ്പോൾ 1 0 0 1. അപ്പോൾ ഇതെന്തായി? ഇതിപ്പോൾ ഓടായി. ഇതും എന്തായി? ഓടായി. നമ്പർ ഓഫ് വൺസ് നോക്കിയേ. അടുത്ത് P3 എന്താ? 4 5 6 7. അതിലെവിടേക്കാണ്? P3 1 0 0 1. അപ്പോൾ P3യുടെ അവിടെ എന്താണോ? ഇനി ഒരു 0യും കൂടി വരണം. 0 ആണ്, ഈവൻ ആണ്. അപ്പോൾ 0 1 0 1. അപ്പോൾ ഇവിടെ എന്തായി? ഇതും ഈവൻ. അങ്ങനെ എല്ലാ ഇതും എന്തായി? നമുക്ക് ഈവൻ ആയിട്ട് കിട്ടി. അപ്പം നമുക്കിനി ഇവിടെ ആഡ് ചെയ്യാനുള്ള എന്താണ്? ഈ വാല്യൂസ് വേണം നമുക്ക് ഈ ഒരു ബോക്സിൽ ഗ്യാപ്പിൽ ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ 0 വെയിറ്റ്
സോറി, ഒരു തെറ്റുണ്ട്. ഇത് ജസ്റ്റ് ഈവൻ ആണോ ഓഡ് ആണോ എന്ന് കണ്ടുപിടിച്ച് ഈ വാല്യൂസ് അല്ല ആഡ് ചെയ്യാനുള്ളത്. നമ്മൾ ആദ്യം കണ്ടുപിടിച്ചില്ലേ, അതായത് 0 1 0 ഇത് വേണം ആഡ് ചെയ്യാൻ. ഓക്കെ, 0 1 0 ആണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. 0 1 0 ഇതല്ല, ഇത് ജസ്റ്റ് നമ്മൾ ഈവൻ ഓർ ഓഡ് ആണോ, ഈവൻ ആണ്, എല്ലാം ഈവനായി കിട്ടിയെന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചത്. നമുക്ക് കിട്ടുന്നത് 0 1 0 എന്നായിരിക്കും കിട്ടുന്നത്. 0 1 0 ആണ് ആ ഗ്യാപ്പിൽ ആഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും. ഇതാണ് സെൻഡർ എന്ത് ചെയ്യുന്നത്, റിസീവറിന് സെൻഡ് ചെയ്യുന്നത് ഈ ഒരു മെസ്സേജ് ആയിരിക്കും. ഇനി സപ്പോസ് ഈ ഒരു 0 ഉണ്ട്, നമ്മൾ നാലാമത്തെ അല്ലേ, ഇപ്പം ആറാമത്തെയോ അല്ലെങ്കിൽ 5ാമത്തെ ഈ ഒരു 1 ഉണ്ടല്ലോ, ഈ 1നെ ഞാൻ മാറ്റി 0 ആക്കി എന്ന് വിചാരിക്കും. സപ്പോസ് ഇപ്പോൾ ഒരു ഇറർ വന്നു, നമ്മൾ ഈ 1നെ ഞാൻ മാറ്റി എന്താക്കി, 0 ആക്കി. അപ്പോൾ എനിക്ക് മെസ്സേജ് എങ്ങനെ വരും, 1 0 0 0 1 1 0. അപ്പോൾ ഇതിൽ നോക്കിയേ, നമ്മൾ പറഞ്ഞെന്താ ഈവൻ പാരിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സെൻഡർ അടുത്ത്. അപ്പോൾ സെൻഡർ നോക്കിയാണ് വൺസ് എത്രയുണ്ട്, 3 വൺസ് ഉണ്ട്. അപ്പോൾ അതെന്താണ്, ഓടാണ്. അപ്പോൾ എന്ത് മനസ്സിലായി, അവിടെ എന്തോ ഒരു ഇറർ ഉണ്ട്. അപ്പോൾ ആ ഇറർ കറക്റ്റ് ചെയ്യണം. അതായത് ഈ 0 എന്ന് പറഞ്ഞ ഇറർ എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്യണം. എങ്ങനെ കറക്റ്റ് ചെയ്യും പറഞ്ഞുതരാം. സോ നമുക്കിവിടെ ഇറർ വന്ന ഇവിടെ ഈ 5ാമത്തെ പൊസിഷനിലാണ് നമ്മൾ ഇറർ പറഞ്ഞല്ലേ. നമ്മൾ നേരത്തെ P1 എത്രയായിട്ടാണ് എടുത്തത്, P1 എന്ന് പറഞ്ഞാൽ 1 3 5 7 ആയിരുന്നു അല്ലേ. ഇതിൽ 5 പൊസിഷനിലാണ് വന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ മാറ്റി എഴുതാം, നേരത്തെ എഴുതിയ 5ൽ നമ്മൾ 1 എന്നാണ് എഴുതിയത്. അപ്പോൾ നമ്മൾ 0 0 0 1 എന്ന് കിട്ടും. അപ്പോൾ അതെന്തായി, 1 ആണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ നേരത്തെ എഴുതിയ സമയത്ത് നോക്കിക്കോ, നേരത്തെ എഴുതിയ സമയത്ത് 0 1 1, ഇതിൽ 5ാമത്തെ സ്ഥാനത്ത്, അതായത് P1 0 1 1, 5ാമത്തെ സ്ഥാനത്ത് എന്തായി, 0 ആയി. അപ്പോൾ ഇവിടെ എങ്ങനെ മാറി വരും, 0 0 0 1 ആയിട്ട് മാറി. അപ്പോൾ അതെന്തായി, ഓടല്ലേ. അപ്പോൾ അത് 1 ആണ്. അടുത്ത് P2 ആണെങ്കിൽ നോക്കിക്കേ, P2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 3 6 7. ഇതിൽ ഏതെങ്കിലും സ്ഥാനത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടോ, ഇല്ല, അതേപോലെ ഉണ്ടല്ലേ. അതായത് നമുക്ക് കിട്ടിയ ഇപ്പം കിട്ടിയ വേണം എഴുതാം, 2 3 6 7. 2 എവിടെ, 0 0 0, അടുത്ത് 7 എത്ര, 1 0 0 1 അല്ലേ. വെയിറ്റ്, സോറി തെറ്റുണ്ട്. 2 എന്താണ്, 0 അല്ലേ. ഇത് എഴുതുമ്പോൾ ശ്രദ്ധിച്ചതല്ലേ, തെറ്റിപ്പോവും. 2 എത്രയാണ്, 1 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി, 1 0 0 1 1 2 അല്ലേ. 1 ഇതിൻ്റെ 1 ആണ്, 1 0 0 1. ഓക്കെ, അപ്പോൾ അതെന്താണ്, 2 1. അപ്പോൾ എന്താണത്, ഈവൻ ആണ്, 0. നെക്സ്റ്റ് P3 നോക്കിക്കേ, P3 എവിടെ, P3 നമ്മൾ നേരത്തെ എഴുതിയ 4 5 6 7 ആണ്. സോ 4 എവിടെ, 4 0 5 0 6 0 1 0 0 0 1. അപ്പോൾ അവിടെ എന്താണ്, 1 ആണ് വന്നത്. ഇവിടെ മാത്രമാണ് 0 വന്നതല്ലേ. സോ ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇതിനെ ഒന്ന് കോഡ് ചെയ്ത് നോക്കി. അതായത് നമുക്ക് കിട്ടിയത് 1 0 1 എന്നാണ്. 1 0 1 1 0 1 മീൻസ് എന്താണ്, 5 ആണല്ലേ. 1 0 1ൻ്റെ ഡെസിമൽ എന്താണ്, 5 അല്ലേ. അതായത് 5th പൊസിഷനിലാണ് ഇറർ എന്ന് മനസ്സിലായി. നോക്കി, ഇതിൽ 5th പൊസിഷനിൽ ഇറർ കണ്ടുപിടിച്ചില്ലേ. ഇങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഇറർ എന്താണ്, അവിടെ 0 ആണ്. അപ്പോൾ നമുക്കറിയാം എന്തായാലും 0 അല്ലെങ്കിൽ 1 വരുള്ളൂ. അപ്പോൾ നമ്മൾ ആ 0 മാറ്റി 1 ആക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇറർ കറക്റ്റ് ചെയ്യാം. ഓക്കെ അല്ലേ.